ചില വ്യക്തികൾക്ക് ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഡിസോർഡർ ആണ് ട്രിക്കോട്ടിലോമാനിയ എന്ന് പറയുന്നത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ട്രിക്കോട്ടിലോമാനിയ എന്ന ബിഹേവിയർ ഡിസോർഡറിനെ കുറിച്ചാണ്. ട്രിക്കോട്ടിലോമാനിയ എന്നാൽ ഹെയർ പുള്ളിംഗ് ഡിസോർഡർ ആണ്. ഒരു വ്യക്തിക്ക് തന്റെ മുടി വലിച്ചു പിടിച്ച് പിഴുത് എടുക്കുവാനുള്ള ഒരു ത്വരയാണ്, നിരന്തരമായ ഒരു ത്വരയാണ് ട്രിക്കോട്ടിലോമാനിയ എന്ന് പറയുന്നത്. ഇത്തരം ത്വര വരുമ്പോൾ, അതായത് മുടി പിടിച്ചു വലിച്ച് പിഴുതെടുക്കണം എന്നുള്ള ത്വര വരുമ്പോൾ അവർ അസ്വസ്ഥമാവുകയും ആ അസ്വസ്ഥതയെ ഓവർകം ചെയ്യാൻ അവർ മുടി പിടിച്ചു വലിക്കുകയും പിഴുതെടുക്കുകയും ചെയ്യുന്നു. അതോടെ അവരുടെ അസ്വസ്ഥത മാറുകയും, എന്നാൽ വേദനയുണ്ടാകുമെങ്കിലും ഇവർക്കിത് പ്രയാസമാണെങ്കിലും തന്നെ അവർക്കതിനെ ആ ഒരു ചിന്തയെ, ആ ഒരു അവസ്ഥയെ മറികടക്കാൻ ഇവർക്ക് കഴിയാറില്ല. രോമം പറിച്ചെടുക്കുക, നഖം കടിക്കുക, മുടി വായിലിട്ട് ചവച്ച് വിഴുങ്ങുക, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അവസ്ഥകളാണ്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇതുണ്ടാകാം. 2 തരത്തിലുള്ള അവസ്ഥയാണ് ട്രിക്കോട്ടിലോമാനിയ. ഒന്നാമതായി ഓട്ടോമാറ്റിക് ട്രിക്കോട്ടിലോമാനിയയും മറ്റൊന്ന് ഫോക്കസ്ഡ് ട്രിക്കോട്ടിലോമാനിയയും. ഓട്ടോമാറ്റിക് ട്രിക്കോട്ടിലോമാനിയ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. കുട്ടികൾ കളിക്കുന്ന സമയങ്ങളിൽ മുടി പിടിച്ചു വലിക്കുകയും ചുരുട്ടുകയും മുടി വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങുകയും ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. ഫോക്കസ്ഡ് ട്രിക്കോട്ടിലോമാനിയ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്, മുതിർന്നവരിലാണ്. അത് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളിലാണ് ഇത് കണ്ടുവരുന്നത്. സ്ട്രെസ് ആവുന്ന സമയങ്ങളിൽ ഇവർ മുടി പിടിച്ചു വലിക്കുകയും അസ്വസ്ഥയാവുകയും മുടി പിടിച്ചു വലിക്കുകയും മുടി പിഴുതെടുക്കുകയും ചെയ്യും. ഇത് അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുമെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. മുടി പിടിച്ചു വലിച്ച് പിഴുതെടുത്ത സ്ഥലങ്ങളിൽ പാച്ചസ് ഉണ്ടാകാം. ക്യാപ്പ് ഇട്ടിട്ടായിരിക്കും അവർ പുറത്തേക്ക് നടക്കുന്നത്. ആളുകളുടെ മുന്നിൽ ചെല്ലാൻ മടിയായിരിക്കും. ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ ഇവർക്ക് മടിയായിരിക്കും. ഇതുകൊണ്ടെല്ലാം അവർക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ അവസ്ഥയിൽ നിന്നും, ഈ ചിന്തയിൽ നിന്നും മുടി പിടിച്ചു പറിച്ചെടുക്കുക, പിഴുതെടുക്കണം എന്നുള്ള ആ ത്വര, ആ ചിന്തയിൽ നിന്നും ഇവർക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നില്ല. ഇത് പിഴുതെടുത്തതിന് ശേഷം അവർക്ക് അസ്വസ്ഥത കുറയുകയും ചെയ്യുന്നു. തലമുടി, കൺപീലി, അണ്ടർആം തുടങ്ങിയ ഭാഗങ്ങളിലെ മുടികളായിരിക്കും ഇവർ പിഴുതെടുക്കുന്നത്. ഇതിന്റെ പാച്ചസ് ശരിക്കും അറിയാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാൻ അവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകും. ആ പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു, ഡിപ്രഷനിലേക്കും അവർ പോകുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജെനറ്റിക് ആണ്. അതുകൂടാതെ കുട്ടിക്കാലത്ത് അവരനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അവഗണനകൾ, ലൈംഗിക പീഡനങ്ങൾ, അസ്വസ്ഥതകൾ എന്നിവയും ഇതിന്റെ കാരണങ്ങളാണ്. കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷങ്ങളും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു. കടുത്ത മാനസിക സംഘർഷങ്ങളാണ് ട്രിക്കോട്ടിലോമാനിയ ഉള്ള ആളുകൾ അനുഭവിക്കുന്നത്. ഇവർ കൂടുതലും അസ്വസ്ഥരായിരിക്കുകയും ചെയ്യും. ഇതുമൂലം സ്വയം കുറ്റപ്പെടുത്തുകയും അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുകയും സെൽഫ് വർത്ത് നഷ്ടമാകുകയും ചെയ്യുന്നു. ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമല്ല, എങ്കിലും ഇതിനെ ട്രീറ്റ്മെന്റിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലൂടെയും, അതായത് CBTയിലൂടെയും HRT ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിങ്ങിലൂടെയും ഇത് നിരീക്ഷിക്കുവാനും, മുടി പിടിച്ച് പിഴുതെടുക്കുന്ന സ്വഭാവത്തെ നിരീക്ഷിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും ക്രമേണ ഇത് തടയുവാനും സാധിക്കും. ടേക്ക് കെയർ.